ബി.ജെ.പി. അംഗത്വം രാജിവെച്ചുള്ള പ്രഖ്യാപനം നടൻ ദേവൻ നടത്തിയത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിലായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയും പ്രാഥമിക അംഗത്വവും രാജിവെച്ചു എന്നായിരുന്നു ദേവന്റെ പ്രഖ്യാപനം. അതിന് വേദിയിലുണ്ടായിരുന്ന മറ്റൊരു ബി.ജെ.പി. നേതാവ് അതിന് മറുപടി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ദേവൻ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. തനിക്ക് ബി.ജെ.പി. എന്ന പാർട്ടിയിൽ നേരിട്ടത് വലിയ അവഗണനയാണ് എന്ന് ദേവൻ പറയുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിച്ചെങ്കിലും തനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞതുമില്ല. തന്റെ അഭിപ്രായങ്ങൾ ആരും കേട്ടതുമില്ല. നേതൃത്വങ്ങളെ ബന്ധപ്പെടാൻ നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒരു ഫലവും ഉണ്ടായില്ലെന്നും ദേവൻ പറയും. അപ്രതീക്ഷിതമായ രാജിയല്ല ഇത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. കഴിഞ്ഞ 6 മാസമായി താൻ വളരെയധികം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ചർച്ച ചെയ്യാമെന്ന് കരുതി കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും അവരെ കിട്ടിയില്ല. മെസ്സേജ് അയച്ചതിന് റിപ്ലൈ ഇല്ല. ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ദേവൻ ചോദിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ബി.ജെ.പിയിൽ കാണുന്നില്ല. ഒരു സ്ഥാനത്തിനും വേണ്ടി വന്ന വ്യക്തിയല്ല താൻ. അതുകൊണ്ട് തന്നെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. ഞാൻ ആരാണെന്ന് അവർ മനസ്സിലാക്കേണ്ട. പക്ഷേ വർക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. പ്രവർത്തിക്കാൻ ഒരു സ്പേസ് വേണം. അതില്ലാതെ ആർക്കും ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും ദേവൻ പറയുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ട പാർട്ടിയാണ് ബി.ജെ.പി. കേരളത്തിന്റെ കാലാവസ്ഥയിൽ ബി.ജെ.പിക്ക് ഇവിടെ കാലുറപ്പിക്കാൻ കഴിയില്ല. ഹിന്ദുക്കളിൽ വരെ ഒരുതരം ഭീതിയുണ്ട്. അത് ബി.ജെ.പി. മാറ്റിയെടുക്കണം. അല്ലാതെ ഈ പാർട്ടിക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ എന്നെ ഉപയോഗിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞത് എന്നും ദേവൻ പറയുന്നു. വൈസ് പ്രസിഡന്റ് പദവി തന്നപ്പോൾ താൻ അവരോട് ചോദിച്ചിരുന്നു എന്താണ് താൻ ചെയ്യേണ്ടതെന്ന്. കാരണം 4 or 5 വൈസ് പ്രസിഡന്റുമാർ അപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അതിന് ഉത്തരം നൽകാൻ ബി.ജെ.പി. നേതാക്കൾക്ക് ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ സംശയമുണ്ടായി. ഉത്തരവാദിത്തമില്ലാതെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്. എന്നാൽ എന്റെ പാർട്ടിയെ വിശ്വാസമില്ല. 2004 പിന്നീട് 2006 ഇലക്ഷനിൽ നിന്നു. 2 തോറ്റു. പിന്നെയാണ് 2021 താനും അമിത്ഷായും മാത്രം ഡൽഹിയിൽ ഒരു യോഗം ചേർന്നത്. അങ്ങനെയാണ് KPP ബി.ജെ.പി. ലയനം തീരുമാനിച്ചത്. ഏത് സീറ്റ് വേണമെന്നാണ് അമിത്ഷാ എന്ന് ചോദിച്ചത്. ഒരു സീറ്റിന് വേണ്ടിയല്ല താൻ പാർട്ടിയെ ലയിപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വിശദീകരണം നൽകുകയും ചെയ്തു. തെറ്റിദ്ധരിക്കപ്പെട്ട ബി.ജെ.പിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തനിക്കൊരു സ്ഥാനം വേണമെന്നും അമിത്ഷായോട് പറഞ്ഞെന്നാണ് ദേവൻ പറയുന്നത്. 2024 കേരളത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എന്റെ വലിയൊരു സംഭാവനയുണ്ട് എന്നുകൂടി ദേവൻ പറയുന്നു. അത്രയും വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യത എന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 വർഷം ബി.ജെ.പിയിൽ വർക്ക് ചെയ്തതിന് ശേഷവും എന്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങളെടുത്തു. 2023 എനിക്ക് തന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം അടുത്ത വർഷം തന്നെ തിരിച്ചെടുത്തിരുന്നു. പക്ഷേ അത് തന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും ദേവൻ പറയുന്നുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എല്ലാം തന്നെ പങ്കെടുത്തു. കഴിഞ്ഞ 4-5 മാസമായി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇത് ചർച്ച ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരനെ ഫോൺ ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഫോൺ എടുക്കാറില്ല. മെസ്സേജ് അയച്ചു നോക്കിയപ്പോൾ അതിനും മറുപടി വന്നിട്ടില്ല. തന്നെ അവർക്ക് വേണ്ടെന്നും അതാണ് അത്തരമൊരു നിലപാട് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നും ദേവൻ പറയുന്നു. ഇനി ഒരുപക്ഷെ അവരുടെ ഭാഗമാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ പലരും പലതരം ന്യായീകരണങ്ങളും കൊണ്ട് രംഗത്ത് വരും. എന്തു തന്നെയായാലും ഇനി ബി.ജെ.പി. എന്ന പാർട്ടിയുമായി തനിക്കൊരു ബന്ധം ഇല്ല എന്നാണ് ദേവൻ വ്യക്തമായി പറയുന്നത്.